ഞാൻ ഇയാളെ ഇവിടുന്ന് മാറ്റുക. അതെ, അവിടുന്ന് മാറ്റാം. അതാ നല്ലത്. താങ്ക് യു സർ. ഏതായാലും ഡിപ്പാർട്ട്മെന്റ് ഒതുങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത്രയും സമാധാനം. സർ, നിങ്ങൾക്ക് എന്നിട്ടും എന്താ ഒരു... എനിക്കിപ്പോ ഈ ന്യൂസ് പുറത്തു പോരുന്നുണ്ടായിരുന്നു. അത് പുറത്തു പോയതുകൊണ്ട് നാട്ടുകാർക്കൊരു ആശ്വാസമായില്ലേ? സർ, പക്ഷേ ഇനി അങ്ങോട്ടുള്ള അന്വേഷണത്തിന്... ഇനി എന്താ അന്വേഷണം? പ്രതി കസ്റ്റഡിയിലായ സ്ഥിതിക്ക്? അതല്ല സർ. ടെൽ മീ, വാട്ട്സ് യുവർ പ്രോബ്ലം? അതല്ല, കൊലപാതകി ചിലപ്പോ ഒരാളല്ലെന്ന് വന്നാലോ? അങ്ങനെ വരുമോ? വന്നുകൂടായില്ല സർ. അങ്ങനെ വരുമോ? എനിക്ക് തോന്നുന്നില്ല. എന്താ ക്രിസ്റ്റി, സുഖമില്ലേ? തലവേദന ഉണ്ടോ? നല്ല തലവേദന കാണും. തല പിളരുന്നത് പോലുള്ള വേദന കാണും. എന്റെ കൈ കൊണ്ട് തരുമ്പോഴത്തെ സ്റ്റേജുമായി തട്ടിച്ചു നോക്കിയ ഇയാളിപ്പം വളരെ മെച്ചപ്പെട്ടിരിക്കുക. അത്യാവശ്യം സംസാരിക്കാവുന്ന കണ്ടീഷനായി വരുന്നു. പക്ഷെ ഇപ്പോഴും മരുന്നുകള്... അതങ്ങനെ പെട്ടെന്ന് പൂർണ്ണമായിട്ടങ്ങ് നിർത്താനൊന്നും പറ്റില്ല. ഓ, അതെനിക്കറിയാം. എനിക്ക് തോന്നുന്നത് ഈ കക്ഷി ആ ഹോസ്പിറ്റലിൽ ആദ്യം ചാടിപ്പോയില്ലേ, ആ സമയത്ത് പുള്ളിക്ക് ഭ്രാന്തി തീരെ കുറവായിരുന്നു. ചാടിപ്പോണമെന്ന് തോന്നണമെങ്കിൽ തന്നെ... അതാണ്. നിങ്ങൾ രണ്ടാമത് പിടിച്ചോണ്ട് കൊടുത്തതിന് ശേഷം ആ ഹോസ്പിറ്റലുകാർ കണ്ടമാനം മരുന്ന് കയറ്റി കളഞ്ഞു. ഒരു സാധാരണ മനുഷ്യനെ ഭ്രാന്തനാക്കാനുള്ള ചെയ്തെല്ലാം അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഈ കണ്ടീഷനിൽ ഒരു പേഷ്യന്റ് ആവുമ്പോ ചോദിക്കാനുണ്ടോ? ഡോക്ടർ, എനിക്ക് ഈ പേഷ്യന്റിനെ കൊണ്ട് സംസാരിപ്പിച്ചേ മതിയാവൂ, അറ്റ് എനി കോസ്റ്റ്. കുഴഞ്ഞ കേസിൽ എനിക്ക് ആകെ കിട്ടിയ പിടിവലിയാണിവൻ. അയിനോ, പക്ഷെ ഈ കണ്ടീഷൻ വെച്ച് ക്രിസ്റ്റി എപ്പോ സംസാരിച്ചു തുടങ്ങുമെന്ന് ഇപ്പൊ പറയാൻ ബുദ്ധിമുട്ടാണ്. ഹി ഹാസ് ബിക്കം മ്യൂട്ട്. ഞാനൊരു സജഷൻ വയ്ക്കട്ടെ? ഓഫ് കോഴ്സ്. സാറ് ന്യൂറോ ബയോളജിയിലെ ഇവിടുത്തെ ഡയറക്ടർ ആണ്. ഏഷ്യയിലെ തന്നെ ഈ ബ്രാഞ്ചിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ക്രിസ്റ്റി നമുക്കൊരു നാർക്കോ അനാലിസിന് ട്രൈ ചെയ്ത് നോക്കിയാലോ? മനഃപൂർവ്വം മിണ്ടാൻ കൂട്ടാക്കാതിരിക്കുന്ന ഒരു പ്രതിയാണെങ്കിൽ നമുക്ക് അവനൊരു സൈക്കാട്രിസ്റ്റിനെ വരുത്തി ഹിപ്നോട്ടൈസ് ചെയ്ത് എന്തെങ്കിലും കുറെ കാര്യങ്ങൾ എടുക്കാമായിരുന്നു. ഭ്രാന്തിന്റെ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അത് ഒരു തരത്തിലും സാധ്യമല്ല. നമ്മുടെ നാട്ടിൽ ഇത് വളരെ റെയറാണ്. വളരെ വളരെ കുറച്ച് ഡോക്ടേഴ്സിന് ഇത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം. പക്ഷേ സാറിന് ഇത് ചെയ്യാൻ പറ്റും. കാരണം സാർ ഇത് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ്സിലും ജർമ്മനിയിലും ഒക്കെ വർക്ക് ചെയ്തിരുന്ന കാലത്ത് ഇമാതിരി ചില സിറ്റുവേഷൻസിൽ സാർ അവിടുത്തെ പോലീസിന് സഹായിച്ചിട്ടുണ്ട്. ആര് പറഞ്ഞത്? സർ, ഐ എം ആൻ IPS മാൻ. ഞാൻ ഈ പേഷ്യന്റിനെ അങ്ങയുടെ കീഴിലേക്ക് മാറ്റിക്കൊണ്ടുവന്നത് തന്നെ വേണ്ടി വരികയാണെങ്കിൽ ഇങ്ങനൊരു നിർദ്ദേശം വെച്ചു നോക്കാമെന്ന് കരുതിക്കൊണ്ട. യു ആർ വെരി ഷ്രൂഡ്. ഞാൻ ഉദ്ദേശിച്ചത് ട്രൂത്ത് സിറംസ്. ട്രൂത്ത് സിറംസ് എന്ന് പറയുന്നത് തന്നെ ആ യൂസേ തന്നെ തെറ്റാണ്. നാർക്കോട്ടിക് ഡ്രഗ്സ്, മരുന്ന് കുത്തിവെച്ച് ഹിപ്നോട്ടൈസ് ചെയ്ത് സത്യം പറയിക്കുക, അതാണല്ലോ. സോ ദേ ഷുഡ് ബി കോൾഡ് നാർക്കോട്ടിക് ഡ്രഗ്സ്, നോട്ട് ട്രൂത്ത് സിറംസ്. ഓ, ഒന്നാമത് ട്രൂത്ത് തന്നെ പറഞ്ഞോളണമെന്നില്ല. പേഷ്യന്റിന്റെ ഭാവന ഉണർത്താൻ എന്ത് വേണമെങ്കിലും പറയാം. അതുകൊണ്ട് തന്നെ അതൊരു കോടതി തെളിവാകുന്നില്ല. അതിനോ, പക്ഷേ ഇത് എന്തെങ്കിലും ഒരു സമാധാനത്തിന്. സ്റ്റേറ്റ്സിൽ മാത്രമല്ല, ഇന്ത്യ ഉൾപ്പെടെ ഇന്നിപ്പോ എല്ലാ അഡ്വാൻസ് കൺട്രീസിലും ചില അപൂർവ കേസ് തെളിയിക്കാൻ പോലീസ് ഇൻവെസ്റ്റിഗേഷന് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ ഇവിടെ ഒരു 4 മാസം മുമ്പ് പൂനെയിലെ ഫാമിലി മസാക്കറിന്റെ കേസിൽ എന്റെ ഒരു അപേക്ഷ സാർ ക്രിസ്റ്റിയുടെ കേസിൽ അതൊന്ന് ട്രൈ ചെയ്യണമെന്നാണ്. പ്ലീസ്. അവനെതിരെ നേര് പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് എന്ത് തെളിവാ ഉള്ളത്? എനിക്കെങ്കിലും ബോധ്യമാവണ്ടേ അവനായത് മുഴുവൻ ചെയ്തതെന്ന്. അറ്റ്ലീസ്റ്റ് ഒരു മർഡറെങ്കിലും. അതിനവൻ സംസാരിച്ചല്ലാതെ മറ്റു യാതൊരു വഴിയും കാണുന്നില്ല. അതുകൊണ്ടാണ്. അല്ലേ പിന്നെ തെളിവുണ്ടാക്കണം. അതെളുപ്പമാ. പ്രത്യേകിച്ച് പ്രതി നമ്മുടെ കസ്റ്റഡിയിൽ, അതും ഭ്രാന്ത സെല്ലിൽ കിടക്കുമ്പോ. ഇറ്റ്സ് വെരി ഈസി. അങ്ങനെ ഇപ്പോ എന്റെ യൂണിഫോമിൽ ഒരു മെഡൽ കയറണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഇറ്റ് ഈസ് അഡ്മയറബിൾ. താങ്ക് യു ഡോക്ടർ. നമുക്ക് ക്രിസ്റ്റിയുടെ കണ്ടീഷൻ കുറച്ചുകൂടെ മെച്ചമാവട്ടെ. എനിക്കും കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ വേണം. ആൻഡ് ഐ നീഡ് ഡോക്ടർ ചാണ്ടി ആസ് ദി അനസ്തേസിസ്റ്റ്. പുള്ളിയുടെ അവൈലബിലിറ്റിയും നോക്കണം. ഏതായാലും നിങ്ങൾ ഇതിന്റെ മറ്റു ഫോർമാലിറ്റീസ് ഒക്കെ മൂവ് ചെയ്തോളൂ. ഒരു 2 ആഴ്ച കഴിഞ്ഞോട്ടെ. വി വിൽ ട്രൈ എ നാർക്കോ അനാലിസിസ് ഓൺ ക്രിസ്റ്റി.